ഒരുപക്ഷെ ഇത് നേരത്തെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ആ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ സംഭവിച്ചതൊന്നും ഏതായാലും 2 മണിക്കൂറിന് ശേഷമാണ് ഇവർ കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് നമ്മൾ പറഞ്ഞറിവുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏറെ അടുപ്പമുള്ളതാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള അതിലൊക്കെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആൾ ഒരു കുടുംബശ്രീയിലെ സെക്രട്ടറിയായി മരിച്ച ബിന്ദു. എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു, ആക്റ്റീവായിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രയാസമുണ്ട്. കാരണം നല്ല സ്ത്രീയാണ് അവർ എല്ലാ കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു അപകടം ഉണ്ടായാലും നമുക്ക് സങ്കടമുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈയിടെ ഇപ്പോൾ നമുക്കൊരു ഇത് രാവിലെ ഒരു ഹസ്ബൻഡ് വിശ്വസൻ എന്നാണ് പേര്. പുള്ളി ബ്ലഡ് മോളുടെ ചികിത്സാർത്ഥം വന്ന് കിടക്കണം. അപ്പം മോളുടെ ബ്ലഡുമായിട്ട് പുള്ളി ടെസ്റ്റിന് പോയതാണ്. അപ്പോൾ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ 2 പേരെ കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കാഷ്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഷ്വാലിറ്റിയിലേക്ക് പോയി. ഭയങ്കര വെപ്രാളെ പിടിച്ച് ഓടി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മോളെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇപ്പോൾ കാണുന്നില്ല, അമ്മ ഇതുവരെയും വന്നില്ല. അപ്പോൾ തന്നെ 2 മണിക്കൂറിന് ശേഷം ഇത് ഇങ്ങനെ കൊച്ചു പറയുന്നത്. ആ സമയത്താണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവരെ ബോഡി കണ്ടെത്തുന്നത്. ഭർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ബിന്ദുവല്ല, അത് വേറെ ആരോടാന്ന് പറഞ്ഞു. അവസാനം അവർ ബന്ധപ്പെട്ടവർ ശരിക്കും ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം വിരലുകൾ നോക്കിയാണ് അദ്ദേഹം സ്വന്തം ഭാര്യയാണെന്ന് മനസ്സിലാക്കിയത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വികൃതമായിരിക്കും ബോഡി. രീതിയിലേക്കെല്ലാം കൂടി കെട്ടിടം എല്ലാം കൂടി ആയിട്ടുണ്ടാവും. അതിലൊരു വലിയൊരു സ്ലാവാണ് ആദ്യം വീണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാലും നമുക്ക് അവരെ മുഖമൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലായിരിക്കും കൊണ്ടുവരിക. എന്തായാലും നാട്ടിലും മറ്റുമൊക്കെ ആയിട്ട് കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുള്ള ആളാണ് ബിന്ദു. ഇവിടുത്തെ അയൽക്കൂട്ടത്തിൻ്റെയും മറ്റുമൊക്കെ സെക്രട്ടറിയാണ് എന്നാണ് പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നത്. ആ ഘട്ടത്തിൽ അതായത് മൃതദേഹം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ഇപ്പോൾ ഈ അയൽവാസി ഇത് സംബന്ധിച്ച് പറയുന്നു. അയൽവാസിയോട് വിശ്രമം പക്ഷേ സംസാരിച്ചിരിക്കാം. അങ്ങനെയായിരിക്കാം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക. നിലവിലിപ്പോൾ നാളെയാണ് ഈ സംസ്കാരവും മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിയോടുകൂടി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹമെടുക്കും. അവിടെ നിന്നും ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരിക. ഈ വീട് ഒരു പഴയ വീടാണ്. സാധാരണ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് എന്ന് വേണമെങ്കിൽ പറയാം. തേപ്പൊന്നും തന്നെ കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടില്ല. ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആശ്രയിക്കുന്ന ഒരിടമാണ്. ഇവർക്കും അത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളെയാണ് ആശ്രയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മകളുടെ ചികിത്സയ്ക്കായി എത്തുകയും തുടർന്നിപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ബന്ധുക്കളും മറ്റുമൊക്കെ എത്തിപ്പോകുന്നു. നാട്ടുകാരും പൊതുപ്രവർത്തകരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി ഈ അമ്മയെയും മക്കളെയും സമാശ്വസിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നാട്ടിൽ സജീവമായിരുന്നു ബിന്ദു. അവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി മുൻനിരയിൽ നിൽക്കുന്ന ആളായിരുന്നു ബിന്ദു എന്നൊക്കെയുള്ളതാണ് അവിടെ അയൽവാസികളൊക്കെ പ്രതികരിക്കുന്നത്. മാത്രമല്ല വീടിൻ്റെ അവസ്ഥ നമുക്ക് കാണാം. പാതി വഴിയിൽ നിലച്ചുപോയൊരു വീടാണ്. മാത്രമാണ് അതിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളൂ. തേപ്പൊന്നും കഴിയാത്തൊരു വീടാണ്. മാത്രവുമല്ല മക്കൾ പഠിക്കുകയാണ്. മകൾ നവമി പഠിക്കുകയാണ്. മക്കളുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ അത്രമാത്രം ആശ്രയിച്ചിരുന്നത്. സാധാരണമായിട്ടുള്ള നിർധനരായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ്. ആ വീടിൻ്റെ അവസ്ഥ ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മകളെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് നവമിയെ. അല്പസമയത്തിനകം തന്നെ ബിന്ദുവിൻ്റെ മൃതദേഹം അത് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കും മുട്ടച്ചിറയിൽ. അതിനുശേഷം നാളെയാണ് സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുക. വളരെ സങ്കടകരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്ന് കാണുന്നത്. ബിന്ദുവിൻ്റെ അമ്മയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.